ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. +2 ചരിത്രത്തിലെ 7ാമത്തെ തീമായ ആൻ ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര, വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം എന്ന തീമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിജയനഗരം അഥവാ ഹംപി എന്ന നഗരത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹംപി സന്ദർശിച്ചപ്പോൾ ഞാൻ എടുത്ത വീഡിയോകൾ വിവരണത്തോടു കൂടി ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. ഇന്ന് 7ാമത്തെ ചാപ്റ്ററായ ആൻ ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര, വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക, പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇൻട്രൊഡക്ഷൻ. Vijayanagara, or City of Victory, was the names of both the city and an empire. The empire was founded in the 14th century by Harihara and Bukka. Vijayanagara was located on the banks of the Tungabhadra river in Karnataka. This is also known as Hampi, name derived from a local mother goddess Pamba Devi. Historians described the Vijayanagara Empire as Karnataka Samrajyam. വിജയനഗരം അഥവാ വിജയത്തിൻ്റെ നഗരം എന്ന പേര് ഒരു നഗരത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും പേരാണ്. 14ാം നൂറ്റാണ്ടിൽ ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ, ബുക്കൻ എന്നീ 2 സഹോദരങ്ങളാണ്. കർണാടകയിലെ തുംഗഭദ്ര നദീതീരത്താണ് വിജയനഗരം സ്ഥിതി ചെയ്യുന്നത്. വിജയനഗരം ഹംപി എന്നും അറിയപ്പെടുന്നു. മാതൃദേവതയായ പമ്പ ദേവിയിൽ നിന്നാണ് ഹംപി എന്ന വാക്കുണ്ടായത്. ചരിത്രകാരന്മാർ വിജയനഗര സാമ്രാജ്യത്തെ കർണാടക സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സോഴ്സസ്: ട്രാവലേഴ്സ് അക്കൗണ്ട്സ്, ആർക്കിയോളജിക്കൽ സോഴ്സസ്, മെമ്മറീസ് ഓഫ് ദ ലോക്കൽ പീപ്പിൾ. സ്രോതസ്സുകൾ: വിദേശീയരുടെ യാത്രാ വിവരണങ്ങൾ, പുരാവസ്തു തെളിവുകൾ, പ്രാദേശിക ജനങ്ങളുടെ വാമൊഴികൾ. ട്രാവലേഴ്സ് ഹു വിസിറ്റഡ് വിജയനഗര ഇൻ 15th century. 15ാം നൂറ്റാണ്ടിൽ വിജയനഗരം സന്ദർശിച്ച വിദേശികൾ: നിക്കോളോ ഡി കോണ്ടി, ഇറ്റാലിയൻ ട്രേഡർ; അബ്ദുൾ റസാഖ്, പേർഷ്യൻ അംബാസഡർ ടു കാലിക്കറ്റ്; അഫ്നാസ്ലി നിഗ്ദിൻ, റഷ്യൻ ട്രേഡർ. പോർച്ചുഗീസ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് വിജയനഗര ഇൻ 16th century. 16ാം നൂറ്റാണ്ടിൽ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരികൾ: ഡോർട്ടെ ബർബോസ, ഡൊമിംഗോ പയസ്, ഫെർണാവോ നൂനിസ്. കോളിൻ മെക്കൻസി ആൻഡ് ഹംപി. Hampi was brought to light in 1800 by Colin Mackenzie. He was an engineer, surveyor, and cartographer. In 1815, he appointed as first Surveyor General of India. He prepared the first survey map of the site. തകർന്ന ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവന്നത് 1800-ൽ കേണൽ കോളിൻ മെക്കൻസിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. എഞ്ചിനീയറും പുരാവസ്തു സമ്പാദകനുമായിരുന്നു. 1815-ൽ അദ്ദേഹത്തെ പ്രഥമ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യയായി നിയമിച്ചു. വിജയനഗരത്തിൻ്റെ സർവേ മാപ്പ് ആദ്യമായി തയ്യാറാക്കിയത് അദ്ദേഹമാണ്. കൃഷ്ണദേവരായ. The history of Vijayanagara associated with the history of 4 dynasties: Sankhama, Saluva, Tuluva, and Aravidu. The famous ruler Krishnadevaraya belonged to Tuluva dynasty. He captured Raichur Dop, land between Tungabhadra and Krishna river. വിജയനഗരത്തിൻ്റെ ചരിത്രം 4 രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു: സംഖമ, സളുവ, തുളുവ, അരവിഡു. വിജയനഗരത്തിൽ ഏറ്റവും പ്രസിദ്ധനായ രാജാവായിരുന്നു തുളു വംശത്തിലെ കൃഷ്ണദേവരായർ.
കൃഷ്ണദേവരായർ കൃഷ്ണ തുംഗഭദ്ര നദിക്കിടയിലുള്ള റെയ്ച്ചൂർ തടം പിടിച്ചെടുത്തു. ഡ്യൂറിംഗ് ഹിസ് പീരീഡ് ഹിസ് വിജയനഗര reached its climax. Krishnadevaraya was a great administrator. He was also great builder. He built the Hasara Ramaswamy temple and Vittalaswamy temple. He founded a township near Vijayanagara called Nagalapura after his mother. Krishnadevaraya also great patron of art and architecture. He was known as Andhra Bhoja. He himself was a great scholar and writer. He was the author of Amukta Malayada in Telugu and Usha Parinayam in Sanskrit. Amukta Malayada is a work on statecraft. വിജയനഗരം അതിൻ്റെ ഉന്നതിയിലെത്തിയത് കൃഷ്ണദേവരായരുടെ കാലത്താണ്. കൃഷ്ണദേവരായർ നല്ലൊരു ഭരണകർത്താവായിരുന്നു. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. ഹസാര രാമസ്വാമി ക്ഷേത്രം, വിട്ടല സ്വാമി ക്ഷേത്രം ഇവ രണ്ടും അദ്ദേഹം പണികഴിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഓർമ്മക്കായി പണികഴിപ്പിച്ച നഗരമാണ് നാഗലപുരം. കലയും വാസ്തുവിദ്യയും പ്രോത്സാഹിപ്പിച്ചു. കൃഷ്ണദേവരായർ ആന്ധ്രഭോജൻ എന്നറിയപ്പെട്ടു. അദ്ദേഹം പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്നു. ഉഷാപരിണയം, അമുക്തമാലയാത എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഡിക്ലൈൻ ഓഫ് ദ എംപയർ. ദിസ് എംപയർ കൊളാപ്സ്ഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് രാക്ഷസി തങ്കാടി in 1565, also known as Battle of Talikota. Combined armies of Bijapur, Ahmednagar and Golconda captured Vijayanagara and destroyed. The center of empire shifted to Penkonda and later to Chandragiri. 1565 തളിക്കോട്ടയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ബിജാപൂർ, അഹമ്മദ്നഗർ, ഗോൽക്കൊണ്ട രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം വിജയനഗരത്തെ തോൽപ്പിച്ചു. ഈ യുദ്ധത്തെ ബാനിഹട്ടി യുദ്ധം, രാക്ഷസി തങ്കടി യുദ്ധം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. തലസ്ഥാനം പെൻകണ്ടയിലേക്ക് മാറ്റപ്പെട്ടു. പിന്നീട് ചന്ദ്രഗിരിയിലേക്കും മാറ്റി. അമരനായകാസ്. The military chieftains were called Nayakas. They spoke Telugu or Kannada. They controlled armed forces and forts. The Amara Nayakas were military commanders. They were given territories to govern by the Rayas. The territories were called Amara. They collected taxes from peasants, craftsmen, and traders. They sent tribute to the king annually. They provided army to the king. സൈനിക തലവന്മാരെ നായകർ എന്നാണ് വിളിച്ചിരുന്നത്. അവർ തെലുങ്കും കന്നഡയുമാണ് സംസാരിച്ചിരുന്നത്. അവർ കോട്ടകളും സൈന്യത്തെയും നിയന്ത്രിച്ചിരുന്നു. അമരനായകർ സൈനിക കമാൻഡർമാരാണ്. രായന്മാർ ഭൂമി അമരനായകർക്ക് നൽകിയിരുന്നു. ഈ ഭൂമി അമരം എന്ന് വിളിക്കുന്നു. കർഷകരിൽ നിന്നും, കൈത്തൊഴിലുകാരിൽ നിന്നും, വ്യാപാരിമാരിൽ നിന്നും അവർ നികുതി പിരിച്ചു. അവർ രാജാവിന് വർഷം തോറും കപ്പം നൽകി. രാജാവിന് സൈന്യത്തെ നൽകിയിരുന്നത് അമരനായകർ ആയിരുന്നു. ട്രേഡ് ഇൻ ദ വിജയനഗര എംപയർ. Rulers of Vijayanagara imported horses from Arabia and Central Asia. It was important for organized strong cavalry. Horse trade was initially controlled by Arab traders. Local merchants also participated in this trade. They known as Kudirachettis. From 1498, Portuguese traders also appeared on the scene. Vijayanagara was also famous for its market dealing in spices, textiles, precious stones. City had wealthy population that demanded high value exotic goods, especially precious stones and jewelry. The revenue derived from trade contributed to the prosperity of the state.
വിജയനഗര ഭരണാധികാരികൾ അറേബ്യയിൽ നിന്നും മധ്യ ഏഷ്യയിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നു. ആദ്യകാലത്ത് കുതിര കച്ചവടം നിയന്ത്രിച്ചിരുന്നത് അറബ് വ്യാപാരികളായിരുന്നു. പ്രാദേശിക കച്ചവടക്കാരും കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. 1498 പോർച്ചുഗീസുകാരും കച്ചവട രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വിജയനഗര കമ്പോളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, വിലപിടിച്ച കല്ലുകൾ ഇവയെല്ലാം പ്രശസ്തമായിരുന്നു. വിജയനഗരത്തിലെ സമ്പന്നരായിരുന്നു വിലപിടിച്ച കല്ലുകളും ആഭരണങ്ങളും ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിൻ്റെ സമൃദ്ധിക്ക് കാരണം വ്യാപാരത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനമായിരുന്നു. വിജയനഗര, ദ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. Vijayanagara had a distinctive physical layout and building style. We can divide it into 4: water resources, fortification, royal center, sacred center. വിജയനഗരത്തിന് പ്രത്യേക ഭൗതിക രൂപരേഖയും നിർമ്മാണ ശൈലിയും ഉണ്ടായിരുന്നു. 4 തിരിക്കാം: ജലസമ്പത്ത്, കോട്ട, രാജകീയ കേന്ദ്രം, പരിശുദ്ധ കേന്ദ്രം. വാട്ടർ റിസോഴ്സസ്, ജലസമ്പത്ത്. The city of Vijayanagara situated on the natural basin of river Tungabhadra. It flows in a northeast direction. Elaborate arrangements had to be made to store water. The most important tank was Kamalapuram tank. Water from this tank used for irrigation purpose and also conducted through a channel to the royal center. One of the most prominent canal works was Hiriya Canal. This canal drove water from dam across the Tungabhadra and irrigated the cultivated valley that separated the sacred center from the urban core. വിജയനഗരം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദീതടത്തിലാണ്. നദി ഒഴുകുന്നത് വിജയനഗരത്തിൻ്റെ വടക്ക് കിഴക്കായിട്ടാണ്. ജലം സംഭരിക്കാനുള്ള വിപുലമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ജലസംഭരണിയായിരുന്നു കമലാപുരം ടാങ്ക്. ഇവിടെ നിന്നുള്ള ജലം സമീപ പ്രദേശത്തെ വയലുകളിൽ ജലസേചനത്തിന് ഉപയോഗിച്ചു. കൂടാതെ രാജകീയ കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്ന് ജലമെത്തിച്ചു. വിജയനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കനാലായിരുന്നു ഹിരിയ കനാൽ. തുംഗഭദ്ര നദിക്ക് കുറുകെ ആയിരുന്നു ഇത് നിർമ്മിച്ചത്. വിശുദ്ധ കേന്ദ്രത്തെയും നഗരകേന്ദ്രത്തെയും വേർതിരിച്ചുകൊണ്ട് താഴ്വരയിൽ കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിനായി ജലം എത്തിച്ചു. ഫോർട്ടിഫിക്കേഷൻ. Abdurrazak, an ambassador sent by the ruler of Persia to Calicut in the 14th century, was greatly impressed by the fortification. He mentioned 7 lines of forts. These encircled not only the city but also its agricultural hinterland and forest. No mortar or cementing agent was employed anywhere in the construction. The stone blocks were wedge-shaped, which held them in place. 14ാം നൂറ്റാണ്ടിൽ വിജയനഗരം സന്ദർശിച്ച വിദേശിയാണ് അബ്ദുറസാഖ്. അദ്ദേഹത്തെ പേർഷ്യൻ രാജാവ് കോഴിക്കോട്ടെ അംബാസഡറായി അയച്ചതാണ്. അദ്ദേഹത്തിന് വിജയനഗരത്തെ കോട്ട നിർമ്മാണത്തിൽ വലിയ മതിപ്പ് തോന്നി. 7 നിരയുള്ള കോട്ടയെക്കുറിച്ച് അബ്ദുറസാഖ് പറയുന്നുണ്ട്. ഈ കോട്ടകൾ നഗരത്തെ മാത്രമല്ല കാർഷിക ഭൂമിയെയും വനത്തെയും വലയം ചെയ്തിരുന്നു. കോട്ടയുടെ നിർമ്മാണത്തിന് ചാന്തോ സിമൻറ്റോ ഉപയോഗിച്ചിരുന്നില്ല. ആപ്പ് ആകൃതിയിലുള്ള വലിയ ശിലാപാളികൾ കൊണ്ടാണ് കോട്ടകൾ നിർമ്മിച്ചത്. Abdurrazak noted that between the first and second and third walls there are cultivated fields, gardens and houses. Present-day archaeological excavations reveals evidence of agricultural tract between the sacred center and the urban core. The third line of fortifications protected
ദ റോയൽ സെൻറ്റർ. അബ്ദുൾ റസാഖ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കോട്ടക്കുള്ളിലായിരുന്നു കൃഷിയിടങ്ങളും ഉദ്യാനങ്ങളും വീടുകളും ഉണ്ടായിരുന്നത്. ആധുനിക പുരാവസ്തു പഠനങ്ങൾ തെളിയിക്കുന്നത് വിശുദ്ധ കേന്ദ്രത്തിനും നഗര കേന്ദ്രത്തിനും ഇടയിൽ കൃഷിഭൂമി ഉണ്ടായിരുന്നു എന്നാണ്. രാജകീയ കേന്ദ്രത്തെ സംരക്ഷിക്കാനായി മൂന്നാം നിര കോട്ടയും ഉണ്ടായിരുന്നു. There was an arch on the gateway and a dome over the gate. This style of architecture was combination of Islamic architecture and local building practices. Therefore, art historians refer to this style as Indo-Islamic. കോട്ടകളുടെ പ്രവേശന കവാടത്തിൽ ഒരു കമാനവും അതിനു മുകളിലായി ഒരു താഴികക്കുടവും നിർമ്മിച്ചിരുന്നു. ഇസ്ലാമിക വാസ്തുവിദ്യയും പ്രാദേശിക വാസ്തുവിദ്യയും കൂടിച്ചേർന്നൊരു വാസ്തുവിദ്യ ആണിത്. ഈ ശൈലിയെ ഇൻഡോ ഇസ്ലാമിക് എന്ന് വിളിക്കുന്നു. ആർക്കിയോളജിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് റോഡ്സ് വിത്തിൻ ദ സിറ്റി ആൻഡ് ദോസ് ലീഡിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. റോഡ്സ് വെയർ ജനറലി കൺസ്ട്രക്റ്റഡ് ത്രൂ ദ വാലീസ്. Bazaars were located on the sides of these roads. പുരാവസ്തു ശാസ്ത്രജ്ഞർ നഗരത്തിന് പുറത്തേക്കുള്ള റോഡുകളെക്കുറിച്ചും പഠനം നടത്തിയിരുന്നു. റോഡുകൾ താഴ്വരയിൽ കൂടിയാണ് നിർമ്മിച്ചിരുന്നത്. ഈ റോഡുകളും ഇരുവശത്തുമായി ബസാറുകൾ ഉണ്ടായിരുന്നു. റോയൽ സെൻറ്റർ, രാജകീയ കേന്ദ്രം. The royal center was located in the southwestern part of the city. It had more than 60 temples and 30 palaces. The temples were constructed entirely of masonry, while other secular buildings was made of perishable materials. The king's palace is the largest complex of the royal center. It had two most impressive platforms. First one, audience hall. Second, മഹാനവമി ദിബ്ബ. രാജകീയ കേന്ദ്രം നിലനിന്നിരുന്നത് നഗരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. ഇവിടെ 60 ക്ഷേത്രങ്ങളും 30 കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് പൂർണ്ണമായും കല്ലുകൾ കൊണ്ടായിരുന്നു. എന്നാൽ മതേതരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് നശിച്ചു പോകാവുന്ന വസ്തുക്കൾ കൊണ്ടാണ്. രാജകീയ കൊട്ടാരങ്ങൾ രാജകീയ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയമാണ്. ഇവിടെ 2 വലിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഓഡിയൻസ് ഹാൾ, ശ്രോതാക്കളുടെ ഹാൾ. ദ ഓഡിയൻസ് ഹാൾ ഈസ് എ ഹൈ പ്ലാറ്റ്ഫോം. It had wooden pillars at close and regular intervals. The second floor rested on these pillars. It had staircase going up to the second floor. ശ്രോതാക്കളുടെ ഹാൾ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമാണ്. അതിനു മുകളിൽ കൃത്യമായ അകലത്തിൽ മരം കൊണ്ടുള്ള തൂണുകൾ ഉറപ്പിച്ചിരുന്നു. 2ാം നില ഈ തൂണുകൾക്ക് മുകളിലായിരുന്നു. 2ാം നിലയിലേക്ക് പോകാനുള്ള കോണിപ്പടി ഉണ്ടായിരുന്നു. മഹാനവമി ദിബ്ബ. മഹാനവമി ദിബ്ബ ഈസ് എ massive platform with a base of about 11,000 square feet. It had a height of 40 feet. It had a wooden structure. Many ceremonies were performed on the occasion of Mahanavami. These include worship of image, worship of state horse, and sacrifice of buffaloes and other animals. Dances, wrestling matches, and procession of horses, elephants, chariots, and soldiers. On the last day of festival, the king inspected his army and armies of the Nayakas. The Nayakas brought rich gift and tribute for the king. മഹാനവമി ദിബ്ബ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിന് 11,000 ചതുരശ്ര അടി തറ വിസ്തീർണം ഉണ്ട്. 40 അടി ഉയരവുമുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന് മുകളിൽ മരം കൊണ്ടുള്ള നിർമ്മിതി ഉണ്ടായിരുന്നു. മഹാനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് പല ചടങ്ങുകളും മഹാനവമി ദിബ്ബയിൽ വെച്ച് നടന്നിരുന്നു. വിഗ്രഹപൂജ, രാജകീയ കുതിരകളെ ആരാധിക്കൽ, മൃഗബലി, നൃത്തങ്ങൾ, ഗുസ്തി, കുതിര, ആന, രഥം, സൈനികരുടെ ഘോഷയാത്ര എന്നിങ്ങനെ.
ഉത്സവത്തിൻ്റെ അവസാന ദിവസം രാജാവ് തൻ്റെ സൈന്യത്തെയും നായകന്മാരുടെ സൈന്യത്തെയും പരിശോധിക്കുന്നു. നായകന്മാർ രാജാവിന് സമ്മാനങ്ങളും കപ്പവും നൽകും. ലോട്ടസ് മഹൽ, one of the most beautiful buildings in the royal center. According to Mackenzie, it may have been a council chamber, a place where the king met his advisors. രാജകീയ കേന്ദ്രത്തിലെ മനോഹരമായ കെട്ടിടമാണ് ലോട്ടസ് മഹൽ. മെക്കൻസി പറയുന്നത് ഇതൊരു കൗൺസിൽ ചേംബർ ആയിരിക്കാം എന്നാണ്. രാജാവ് തൻ്റെ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നത് ഇവിടെ വെച്ചായിരിക്കാം. ഹസാര രാമസ്വാമി ടെമ്പിൾ, one of the most beautiful temple. This temple was mostly probably used only by the king and his family. രാജകീയ കേന്ദ്രത്തിലെ മനോഹരമായ ക്ഷേത്രമാണ് ഹസാര രാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം രാജാവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മാത്രം ഉപയോഗിച്ചതായിരിക്കാം. എലഫൻ്റ് സ്റ്റാബിൾ, എലഫൻ്റ് സ്റ്റാബിൾ ഫോർ കീപ്പിംഗ് സ്പെഷ്യൽ എലഫൻറ്റ്സ്. രാജാവിൻ്റെ ആനകളെ സംരക്ഷിക്കുന്ന ഒരു നിർമ്മിതി ആണിത്. ദ സാക്രഡ് സെൻറ്റർ, the northern end of the city is situated on the banks of river Tungabhadra. It was rocky and hilly area. This area associated with several sacred traditions. Hence it is called the sacred center. Temple building was encouraged by rulers as a means of attaining divinity. Temples functioned as center of learning. Rulers granted land and other sources to the temple. വിജയനഗരത്തിൻ്റെ വടക്കുഭാഗം അവസാനിക്കുന്നത് തുംഗഭദ്ര നദീതീരത്താണ്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻ പ്രദേശമാണിത്. ഈ പ്രദേശം ധാരാളം പരിശുദ്ധ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. രാജാക്കന്മാർ ദിവ്യത്വം അവകാശപ്പെടാനായി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ക്ഷേത്രങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ഭരണാധികാരികൾ ഭൂമിയും സമ്പത്തും ക്ഷേത്രത്തിന് നൽകിയിരുന്നു. വിജയനഗര സെലക്ടഡ് ആസ് എ ക്യാപിറ്റൽ സിറ്റി ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഷറൈൻ ഓഫ് വിരൂപാക്ഷ ആൻഡ് പമ്പാദേവി. വിജയനഗര കിങ് ക്ലെയിംഡ് ടു റൂൾ ഓൺ ബിഹാഫ് ഓഫ് ദ ഗോഡ് വിരൂപാക്ഷ. All royal orders were signed Sri Virupaksha. They used the title Hindu Suratrana. It means Hindu Sultan. വിജയനഗരത്തെ തലസ്ഥാനമായി തിരഞ്ഞെടുക്കാൻ കാരണം വിരൂപാക്ഷൻ്റെയും പമ്പാദേവിയുടെയും ക്ഷേത്രങ്ങളുടെ സാന്നിധ്യമാണ്. വിരൂപാക്ഷ ദേവൻ്റെ പേരിലാണ് തങ്ങൾ ഭരണം നടത്തുന്നതെന്ന് വിജയനഗര രാജാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത്. എല്ലാ രാജകീയ ഉത്തരവുകളും ശ്രീ വിരൂപാക്ഷ എന്ന കയ്യൊപ്പോടു കൂടിയാണ് പുറത്തിറക്കിയിരുന്നത്. വിജയനഗര രാജാക്കന്മാർ ഹിന്ദു സുരത്രാണ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു. ഇതിനർത്ഥം ഹിന്ദു സുൽത്താൻ എന്നായിരുന്നു. ഗോപുരം ആൻഡ് മണ്ഡപാസ്. ഗോപുരംസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് ദ ടെമ്പിൾസ്. As they were constructed by the Vijayanagara rulers, they were called Raya Gopurams. The Vijayanagara also built mandapas or pavilion and long pillared corridors. ക്ഷേത്ര കവാടങ്ങളെയാണ് ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. ഇവ നിർമ്മിച്ചത് വിജയനഗര ഭരണാധികാരികളാണ്. അതുകൊണ്ട് അവയെ രായഗോപുരങ്ങൾ എന്ന് വിളിക്കുന്നു. വിജയനഗര ഭരണാധികാരികൾ മണ്ഡപങ്ങളും നിർമ്മിച്ചിരുന്നു. നീളമുള്ള തൂണുകളോട് കൂടിയ ഇടനാഴികളും നിർമ്മിച്ചിരുന്നു. The Virupaksha temple was built over centuries. There is a hall in front of the main shrine. It was built by Krishna Devaraya. Krishna Devaraya also constructed the eastern Gopuram. Several halls were built in the temple complex. They were used for variety of purpose. For example, music, dance, drama, etc. The most remarkable shrine of Vijayanagara is Vithala Swami temple. Vithala is a form of Vishnu. The Vithala temple has several halls. It has unique shrine designed as a chariot. A salient feature of the temple complex is the chariot street.
The street extended from the temple gopuram in a straight line. വിരൂപാക്ഷ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആദ്യ നിർമ്മാണം നടന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. പ്രധാന ദേവാലയത്തിന് മുൻവശത്ത് ഒരു ഹാൾ നിർമ്മിച്ചത് കൃഷ്ണദേവരായർ ആണ്. കിഴക്കേ ഗോപുരവും നിർമ്മിച്ചത് കൃഷ്ണദേവരായർ ആണ്. ക്ഷേത്ര സമുച്ചയത്തിൽ ധാരാളം ഹാളുകൾ നിർമ്മിച്ചിരുന്നു. അവ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഉദാഹരണത്തിന് സംഗീതം, നൃത്തം, നാടകം എന്നിവയ്ക്ക് വേണ്ടി ഇവ ഉപയോഗിച്ചിരുന്നു. വിജയനഗരത്തിലെ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ് വിട്ടലസ്വാമി ക്ഷേത്രം. വിട്ടല എന്നാൽ ശിവന്റെ രൂപം എന്നാണ് അർത്ഥം. ഈ ക്ഷേത്രത്തിന് ധാരാളം ഹാളുകൾ ഉണ്ടായിരുന്നു. വിട്ടല ക്ഷേത്രത്തിൽ രഥത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട്. ഇതൊരു അതുല്യ നിർമ്മിതിയാണ്. ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പ്രത്യേകതയാണ് രഥത്തെരുവുകൾ. ക്ഷേത്രഗോപുരം മുതൽ ഒരു നേർപാതിയായി ഇവ നീണ്ടു കിടക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.